അഫ്ഗാനിസ്ഥാനിലെ വളരെ തന്ത്രപ്രധാനമായ വ്യോമത്താവളമാണ് ബഗ്രാം. അപ്പോൾ ആ വ്യോമത്താവളം തിരികെ വേണം എന്നൊരാവശ്യം അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചിരുന്നു. ട്രംപ് തൻ്റെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ അത് തങ്ങൾ തിരിച്ചു പിടിക്കും, അതിനുവേണ്ടി സൈന്യത്തെ ഇറക്കാനും തയ്യാറാണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നതാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ. അഫ്ഗാനിസ്ഥാനൊപ്പമാണ് ഈ വിഷയത്തിൽ ഇന്ത്യ എന്നതാണ് അറിയിക്കുന്നത്. മോസ്കോയിൽ നടന്ന യോഗത്തിലാണ്, 7ാമത് മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻ സോൺ അഫ്ഗാനിസ്ഥാൻ യോഗത്തിലാണ് ഈ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അനുകൂലമായ നിലപാടെടുക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ചൈന, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം വിഷയത്തിൽ അമേരിക്ക പ്രകടിപ്പിച്ച അഭിപ്രായത്തിന് അതിലുള്ള എതിർപ്പ് ഇന്ത്യ പ്രകടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്കൊപ്പമല്ല ഇന്ത്യ, ചൈന ഉൾപ്പെടുന്ന മറ്റ് രാഷ്ട്രങ്ങളുടെ നിലപാടിനൊപ്പമാണ് ഇന്ത്യ എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ബഗ്രാം വിമാനത്താവളം? എന്തുകൊണ്ടാണ് ട്രംപ് അതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റ് രാഷ്ട്രങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്നത് പരിശോധിച്ചാൽ മധ്യ ദക്ഷിണ ഏഷ്യയിലെ ഒരു തന്ത്രപ്രധാനമായ സേനാ താവളമാണ് ബഗ്രാം. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് 64 കിലോമീറ്റർ അകലെയാണ് ഈ ബഗ്രാം വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത്. 1950-ൽ സോവിയറ്റ് യൂണിയനാണ് ശീതയുദ്ധകാലത്ത് ഈ ബഗ്രാം വ്യോമത്താവളം നിർമ്മിക്കുന്നത്. അവിടെ സ്വാധീനമുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ഇടനില രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാനെ കൊണ്ടുവരാനും അങ്ങനെ പ്രവർത്തന കേന്ദ്രം വ്യാപിപ്പിക്കാനും ഒക്കെയുള്ള ഒരു തന്ത്രപ്രധാന ഇടപെടലുകളുടെ ഭാഗമായിട്ടായിരുന്നു ആ വ്യോമത്താവളം നിലവിൽ വരുന്നത്. 1980കളുടെ അവസാനത്തിൽ സോവിയറ്റുകാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെയാണ് ഈ വ്യോമത്താവളം അമേരിക്കയുടെ കൈകളിലാകുന്നത്. പിന്നീട് അങ്ങോട്ട് അമേരിക്കൻ നിയന്ത്രണത്തിലായിരുന്നു. 2001-ൽ അമേരിക്കൻ നേതൃത്വത്തിൽ സൈനിക ഇടപെടൽ ഉണ്ടായി. പിന്നാലെ ബഗ്രാം അഫ്ഗാനിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമത്താവളമായി മാറി. ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഒക്കെ ഉണ്ടായതിനു ശേഷം അമേരിക്ക നടത്തിയ ഭീകരവേട്ട, മറ്റ് നടപടികൾ, അതിൻ്റെയൊക്കെ ഒരു കേന്ദ്ര സ്ഥാനമായി ഈ ബഗ്രാം വ്യോമത്താവളം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2021-ൽ ഈ സൈനിക നടപടികൾ അവസാനിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു.എസ്. സൈന്യത്തെ പിൻവലിച്ചു. അതിനൊടുവിൽ രായ്ക്കിരാമാനം ഈ വ്യോമത്താവളം ഉപേക്ഷിച്ച് സൈനികർ രക്ഷപ്പെട്ടു എന്നതാണ് പറയപ്പെടുന്നത്. താവളത്തിൻ്റെ നിയന്ത്രണം യു.എസിന് അങ്ങനെ നഷ്ടം വരികയായിരുന്നു. അങ്ങനെ ഉപേക്ഷിച്ച വ്യോമത്താവളമാണ് തങ്ങൾക്ക് വേണം, അത് തിരിച്ചു പിടിക്കണം, അതിന് വേണമെങ്കിൽ സൈനിക ഇടപെടൽ നടത്തും എന്ന ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ട്രംപ് ഇങ്ങനെ ഓരോരുത്തരെയായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ സാധ്യതകൾ തേടുകയാണ്. അതിൻ്റെ ഭാഗമായിരുന്നു ബഗ്രാമിൽ ഉള്ള അവകാശവാദവും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്നാൽ ശക്തമായ ഭാഷയിലാണ് ഇതിനോട് താലിബാൻ ഭരണകൂടം, അവിടുത്തെ ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടം രംഗത്ത് വന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ട്രംപിൻ്റെ അവകാശവാദങ്ങൾ എന്ന് താലിബാൻ മുന്നറിയിപ്പ് നൽകി. അതിന് വേണമെങ്കിൽ യുദ്ധം ചെയ്യാനും തയ്യാറാണ് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപിന് താലിബാൻ നൽകിയത്. ഭീഷണിയെ പാടെ തള്ളിക്കളഞ്ഞു ട്രംപിൻ്റെ ഭീഷണിയെ. രാജ്യത്ത് യു.എസ്. സൈന്യത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല, അമേരിക്ക യാഥാർത്ഥ്യത്തിലൂന്നിയ വിദേശ നയം സ്വീകരിക്കണം എന്ന് താലിബാൻ വക്താവ് സഹിബുള്ള മുജാഹിദ് ആവശ്യപ്പെടുകയും ചെയ്തു. 2020-ലെ ദോഹ ഉടമ്പടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താലിബാൻ ഈ മറുപടി നൽകിയത്. അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയ്ക്കുമെതിരെ ഭീഷണിയോ സമ്മർദ്ദ പ്രയോഗമോ ഉണ്ടാകില്ല എന്ന് യു.എസ്. ഈ ദോഹ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലംഘനമാകും ട്രംപിൻ്റെ പ്രഖ്യാപനം എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനെ താലിബാൻ തള്ളിക്കളയുകയും ശക്തമായ മുന്നറിയിപ്പ് ട്രംപിന് നൽകുകയും ചെയ്തത്. ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് എന്നത് താലിബാൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് താലിബാൻ ട്രംപിന് നൽകിയിരുന്ന സന്ദേശം. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ചൈന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത്. ചൈന അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനൊപ്പമാണ് എന്നത് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ താലിബാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തു.
പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഈ ആവശ്യങ്ങൾക്ക് സഹായമോ പിന്തുണയോ നൽകി രംഗത്ത് വന്നാൽ, അത് തങ്ങൾക്ക് ഭീഷണിയായാൽ പാകിസ്ഥാനെതിരെ പാകിസ്ഥാന്റെ ആ നീക്കങ്ങളെ ചെറുക്കും അല്ലെങ്കിൽ അതിനെ ആക്രമിക്കും എന്ന സന്ദേശം കൂടി താലിബാൻ നൽകുകയുണ്ടായി. നമുക്കറിയാം, അഫ്ഗാൻ പാകിസ്ഥാൻ മേഖലയിലൊക്കെ വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം. മാത്രവുമല്ല, പാകിസ്ഥാൻ അമേരിക്ക ബന്ധം ശക്തമാകുന്നു. ട്രംപ് പറഞ്ഞ എന്തും ചെയ്യും എന്ന നിലയിലേക്കൊക്കെ പാകിസ്ഥാൻ എത്തുമ്പോൾ കൃത്യമായും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനും ശക്തമായ മുന്നറിയിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്. ചൈന ഈ വിഷയത്തിലെടുത്ത നിലപാട് പൂർണ്ണമായും അഫ്ഗാനിസ്ഥാന് അനുകൂലമായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, പ്രാദേശിക അഖണ്ഡത എന്നിവയെ ബഹുമാനിക്കുന്നു എന്നതാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. അഫ്ഗാനിസ്ഥാന്റെ ഭാവി അഫ്ഗാൻ ജനതയുടെ കൈകളിലായിരിക്കണം. ഈ മേഖലയിൽ സംഘർഷവും ഏറ്റുമുട്ടലും ഉണ്ടാക്കുന്നതിനെ ചൈന പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ചൈന പറഞ്ഞത്. ഈ വിഷയത്തിൽ ചൈന ഈ നിലപാടെടുക്കുന്നതിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഈ അമേരിക്ക ഈ ഒരു വ്യോമത്താവളത്തിന്റെ സ്വാധീനം വീണ്ടും ആവശ്യപ്പെടുന്നത് ഇപ്പോഴത്തെ മേഖലയിലെ ശാക്തിക ചേരി മാറുന്നത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇന്തോ പസഫിക്കിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ബഗ്രാം വ്യോമത്താവളം വീണ്ടെടുക്കുന്നത് അമേരിക്ക ആലോചിക്കുന്നത്. തന്ത്രപരമായ സ്ഥാനം എന്ന നിലയിലാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. ഈ മേഖലയിലെ നിരീക്ഷണത്തിന് അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ അതിനൊക്കെ ബഗ്രാം വിമാനത്താവളത്തിൽ സ്വാധീനം ഉണ്ടാകണം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചൈനയെ നേരിടാൻ ഒരു താവളം, ഏഷ്യയിലെ പ്രധാനപ്പെട്ട താവളം, മറ്റെല്ലാ രാഷ്ട്രങ്ങളെയും നിരീക്ഷിക്കാൻ ഉതകുന്ന നിലയിൽ അതിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കൈവശം വേണം എന്ന ആലോചനയിലേക്ക് ട്രംപ് എത്തുന്നത്. ചൈനയുടെ ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് 1 മണിക്കൂർ കൊണ്ട് മാത്രം എത്താൻ പറ്റുന്ന ദൂരമാണ് ഈ ബഗ്രാം വ്യോമത്താവളവും ചൈനയുടെ ആണവ കേന്ദ്രങ്ങളും തമ്മിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ രീതിയിൽ തന്ത്രപ്രധാനമായ മേഖലയായതുകൊണ്ടാണ് US അവിടം ലക്ഷ്യം വെക്കുന്നത്. US-ന്റെ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൈന ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അഫ്ഗാന് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ മേഖലയിൽ അമേരിക്കൻ ആധിപത്യത്തിന് നടക്കുന്ന ശ്രമത്തെ ചെറുക്കുകയും ചെയ്യുന്നത്. ഇന്ത്യ മോസ്കോയിൽ നടന്ന ആ യോഗത്തിൽ ആ രാഷ്ട്രങ്ങൾക്കൊപ്പം ട്രംപിന്റെ നീക്കത്തെ എതിർക്കുകയാണ്. നമുക്കറിയാം, ട്രംപ് ഏതെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത്തരം നിലപാടിലേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ എത്തുമ്പോൾ എന്താകും ട്രംപിന്റെ പ്രതികരണം എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ട്രംപ് ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ ശത്രുപക്ഷത്തേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. താരിഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം നയതന്ത്രപരമായ നിലപാടുകളിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശം അമേരിക്കയ്ക്ക് ഇതിനു മുൻപും നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ബഗ്രാം വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നത്. അത് ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അഫ്ഗാന് ഒപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ പരമാധികാരത്തിനൊപ്പമാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകുന്നത്. ചൈനയും ഇതേ നിലപാട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ കാണണം. എന്തായാലും നമ്മളുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.